ഇപ്പോൾ KPCCയുടെ ഒരു പ്രതിഷേധ പരിപാടി തിരുവനന്തപുരത്ത് നടക്കുകയാണ്. രാജ്ഭവനിലേക്കാണ് പ്രതിഷേധം. കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള KPCCയുടെ പ്രതിഷേധമാണ്. രാജ്ഭവനിലേക്ക് നേതാക്കൾ മാർച്ച് നടത്തുകയാണ്. കന്യാസ്ത്രീകളെ ഉടൻ മോചിപ്പിക്കാൻ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് KPCC ആസ്ഥാനമായി ഇന്ദിരാഭവനിൽ നിന്നാണ് രാജ്ഭവനിലേക്ക് കോൺഗ്രസ് നേതാക്കളുടെ പ്രതിഷേധ നടത്തം ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇന്നലെ UDF MPമാർ കന്യാസ്ത്രീകളെ ജയിലെത്തി സന്ദർശിച്ചിരുന്നു. ഇരിക്കൂറമ്മിലെ സജീവ് ജോസഫും റോജിയം ജോൺ MLAയും അവിടെ തുടരുന്നുണ്ട്. ഇന്ന് ഇടത് നേതാക്കൾ MPമാർ ഉൾപ്പെടെ കന്യാസ്ത്രീകളെ സന്ദർശിച്ചിരുന്നു. വലിയ പ്രതിഷേധം ഉയരുകയാണ്. പാർലമെന്റിന് മുന്നിൽ കേരളത്തിൽ നിന്നുള്ള UDF MPമാർ പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധിച്ചിരുന്നു. പാർലമെന്റിൽ ഇന്നും വിഷയം ഉന്നയിക്കാനുള്ള ശ്രമം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ട്. ബെന്നി ബെഹനാൻ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ രാജ്ഭവന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. അമൽ തേനമ്പറമ്പിലുണ്ട് വിവരങ്ങളുമായി. അമൽ, KPCC തുടങ്ങിയ പ്രതിഷേധ നടത്തം ഇപ്പോൾ രാജ്ഭവനിലേക്ക് എത്തുകയാണ്. ഇതൊക്കെ പ്രധാനപ്പെട്ട നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. വലിയ പ്രതിഷേധം തുടരുക എന്ന് തന്നെയല്ലേ പ്രതിപക്ഷമാകെ ഉദ്ദേശിക്കുന്നത്? കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയം സജീവ ചർച്ചയാക്കുകയാണ് കേരളത്തിൽ. എന്തായാലും ദേശീയ നേതൃത്വം അവിടെ എത്തി കന്യാസ്ത്രീകളെ സന്ദർശിച്ചതിന് പിന്നാലെ സംസ്ഥാന കമ്മിറ്റിയാണ് ഇന്നലെ ഇത്തരത്തിലൊരു പരിപാടി പ്രഖ്യാപിച്ചത്. ഇപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളെ എല്ലാം അണിനിരത്തിയിട്ട് രാജ്ഭവനിലേക്ക് ഇപ്പോൾ മാർച്ച് എത്തുകയാണ്. KPCC ആസ്ഥാനത്തു നിന്നുമാണ് മാർച്ച് തുടങ്ങിയത്. ഇപ്പോൾ രാജ്ഭവന്റെ പരിസരത്തേക്ക് പ്രതിഷേധ നടത്തം എത്തിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിരുന്നു. ഇനിയിപ്പോൾ ഈ പ്രതിഷേധത്തിന് അപ്പുറത്തേക്ക് വൈകുന്നേരം സഭകളുടെ സംയുക്ത പ്രതിഷേധവും ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയരുകയാണ്. ഇത്തരത്തിൽ ഒരു ഉറപ്പുണ്ടായ വിഷയത്തിൽ സംസ്ഥാനത്തെ BJP നേതൃത്വം അടക്കം മൗനം പാലിക്കുകയാണ്. വലിയ തോതിലുള്ള അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണ് കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികൾ ആരോപിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാജ്ഭവനിലേക്ക് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഈ പ്രതിഷേധ പ്രതിപക്ഷ VD സതീശന്റെയും കാരണം മുൻ KPCC അധ്യക്ഷൻ VM സുധീരന്റെയും പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനുമായ രമേശ് ചെന്നിത്തലയുടെയും സംഘടനാ ചുമതല സെക്രട്ടറി MD ജോലിയുടെയും ഒക്കെ നേതൃത്വത്തിലാണ് ഇപ്പോൾ രാജ്ഭവനിലേക്ക് പ്രതിഷേധ നടത്താൻ സംഘടിപ്പിക്കുന്നത്. PC വിഷ്ണുനാഥ് സംസാരിക്കുകയാണ്. രണ്ട് കന്യാസ്ത്രീമാർ ആത്മീയ മേഖലയിലും ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും മഹനീയമായ സേവനം അനുഷ്ഠിക്കുന്ന ജീവിതം അതിനുവേണ്ടി സമർപ്പിച്ച രണ്ട് കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിലെ BJP ഭരണകൂടം നിയമവിരുദ്ധമായി, ഭരണഘടനാ വിരുദ്ധമായി, ജനാധിപത്യ വിരുദ്ധമായി അവരെ തടവിലടച്ചിരിക്കുകയാണ്. BJPയുടെ ഗവൺമെന്റ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ക്രൈസ്തവ ദേവാലയങ്ങൾക്കെതിരെ, പുരോഹിതന്മാർക്കെതിരെ, കന്യാസ്ത്രീ അമ്മമാർക്കെതിരെ അങ്ങേയറ്റം KPCC പരിപാടിയാണ് രാജ്ഭവന് മുന്നിൽ. സമീപനങ്ങളുടെ PC വിഷ്ണുനാഥ് സംസാരിക്കുകയാണ്. KPCC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ്, മുൻ പ്രതിപക്ഷ നേതാവ്, മുൻ KPCC അധ്യക്ഷൻ VM സുധീരൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളുടെ നേതൃത്വത്തിലാണ് ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെയും ഉണ്ടായിരുന്ന യുവാവിന്റെയും അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള പ്രതിഷേധ പരിപാടി ഇപ്പോൾ നടക്കുന്നത്. ഇന്നലെ തന്നെ നമ്മുടെ MPമാർ